ഹലോ, എൻ്റെ പേര് അതുൽ കൃഷ്ണ. എൻ്റെ വീട് നോർത്ത് പറവൂരാണ്. ഞാൻ +2 കഴിഞ്ഞിട്ട് ഒരു ഡിപ്ലോമ കഴിഞ്ഞായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ എബ്രോഡ് സ്റ്റഡീസ് നോക്കിക്കൊണ്ടിരുന്നത്. +2 കഴിഞ്ഞപ്പോഴാണ് അപ്പോൾ എൻ്റെ എബ്രോഡ് സ്റ്റഡീസിനെ പറ്റിയൊക്കെ ഞാൻ അറിയാനും എനിക്ക് പോകാൻ താല്പര്യമുണ്ടായി. അപ്പോൾ ആ ടൈമിൽ എൻ്റെ റീസെർച്ചിൽ ഞാൻ കണ്ടുപിടിച്ചു അഫിനിക്സ് ആണ് ഞാൻ എൻ്റെ ഏജൻസി ആയിട്ട് ചൂസ് ചെയ്തത്. അത് കഴിഞ്ഞ് ഞാൻ അവരവിടെ കോണ്ടാക്ട് ചെയ്ത് ചെന്നു. അപ്പോൾ എനിക്ക് കറക്റ്റ് ഡീറ്റെയിൽസ് കിട്ടി. കൺട്രീസ് എല്ലാം ഞാൻ തന്നെ ചൂസ് ചെയ്തായിരുന്നു, എനിക്ക് വേണ്ടത് എവിടെയാണെന്നും പിന്നെ കോഴ്സ് ഏതാണെന്നും എല്ലാം ഞാൻ ചൂസ് ചെയ്തായിരുന്നു. അതെല്ലാം ഞാൻ ഇവിടെ പറഞ്ഞപ്പോൾ ഇവിടെ നിന്നുള്ള കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസും എല്ലാ സപ്പോർട്ടും എനിക്ക് തന്നു. എൻ്റെ കോളേജിൻ്റെ പേര് വീഡിയോ എന്നാണ്, വൈറ്റാറ്റസ് മാഗ്നസ് യൂണിവേഴ്സിറ്റി. പിന്നെ കോഴ്സ് ലോജിസ്റ്റിക്സ് ആൻഡ് കൊമേഴ്സ് ആണ്. ഇതിനാണ് എനിക്ക് ലിത്വാനിയയിൽ അഡ്മിഷൻ കിട്ടിയത്. അങ്ങനെ എൻ്റെ മാം സൗമ്യ മാം ആയിരുന്നു. സൗമ്യ മാം വഴിയാണ് ഞാൻ എല്ലാം ചെയ്തത്. പിന്നെ എനിക്ക് ഓഫർ ലെറ്റർ വന്നെങ്കിലും എൻ്റെ വിസ ഡേറ്റ് കിട്ടാൻ വേണ്ടി കുറച്ച് ലേറ്റ് ആയിരുന്നു. അത് ഏകദേശം ഒരു 2 months എടുത്തു. എന്നാലും എനിക്ക് ഡേറ്റ് കിട്ടി, സബ്മിഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഒരു 2 months കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വിസയും കിട്ടിയായിരുന്നു. അപ്പോൾ ക്ലാസ് ഓൾറെഡി ഓൺലൈൻ ഞാൻ എൻറോൾ ചെയ്തായിരുന്നു. ഓൺലൈനിൽ എനിക്ക് ക്ലാസ് ഉണ്ടായി. അപ്പോൾ വേറെ ബുദ്ധിമുട്ടൊന്നുണ്ടായില്ല. ഇവിടെ നിന്ന് എല്ലാ സപ്പോർട്ടും എനിക്കുണ്ടായി. ലിത്വാനിയയിലേക്ക് ആരെങ്കിലും പോകാൻ സ്റ്റുഡൻസിനൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്തായാലും അഫിനിക്സിൻ്റെ അടുത്തേക്ക് തന്നെ വരിക. എൻ്റെ ഇവിടെ നല്ല സപ്പോർട്ടും അവരുടെ എല്ലാ ഇതും ഉണ്ടാവും. ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസിലേക്ക് പോകാൻ നിൽക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ബെറ്ററായിട്ട് ഞാൻ അഫിനിക്സ് സജസ്റ്റ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ വിസയുടെ കാര്യങ്ങളാണെങ്കിലും എന്താണെങ്കിലും കുറച്ച് ലേറ്റ് ആയെങ്കിലും പക്ഷെ കറക്റ്റായിട്ട് എനിക്ക് കിട്ടുകയും ചെയ്തു. ഇവിടുന്ന് കറക്റ്റായിട്ടുള്ള എല്ലാം എനിക്കുണ്ടായി, ഡീറ്റെയിൽസും എല്ലാം എനിക്ക് കറക്റ്റായിട്ടുണ്ടായി. അപ്പോൾ യൂറോപ്പിലേക്ക് പോകാൻ, പ്രത്യേകിച്ച് ലിത്വാനിയ, ലാറ്റ്വിയ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് പോകാനുള്ള സ്റ്റുഡൻസിന് ഞാൻ എന്തായാലും അഫിനിക്സ് തന്നെ സെലക്ട് ചെയ്യും.